ഏറ്റവും വലിയ ശ്വാസം മുട്ടിക്കലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പ്രതീക്ഷിച്ച തുകയിൽ നിന്ന് കേന്ദ്ര സർക്കാർ 6000 കോടി രൂപ കുറച്ചു. കേരളത്തിന് കിട്ടേണ്ട നികുതി വീതം കുറഞ്ഞു. പല മേഖലകളിലും പണം കുറയ്ക്കരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്നും ധനമന്ത്രി മീഡിയ വൺ നയതന്ത്രത്തിൽ പറഞ്ഞു. ധനകാര്യ വകുപ്പ് ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കേന്ദ്രത്തിൻ്റെ. പക്ഷേ നമ്മൾ പിന്നോട്ട് പോകാനില്ല, മുട്ടുകുത്താനല്ല തയ്യാറായത്, ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പോകും. ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പണം നമുക്ക് തരേണ്ടത് അർഹമായി തരണം. വളരെ ബുദ്ധിമുട്ടേറിയ കാലത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് കേന്ദ്രം കടമെടുപ്പ് പരിധി കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. 12,000 കോടി അനുവദിക്കപ്പെട്ട പ്രതീക്ഷിച്ച തുകയിൽ നിന്ന് 6,000 കോടി കുറച്ചു. അത് സാധാരണഗതിയിൽ എല്ലാ കളി നിയമങ്ങൾക്കും വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. എന്നിട്ടും ഞങ്ങൾ അതിൽ നിന്ന് കൂസാതെ ഇതെല്ലാം കൊടുക്കും. എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചോദിച്ചു, റൺ ഔട്ട് ആവുമോ? ഞാൻ പറഞ്ഞു റൺ ഔട്ട് ആവില്ല. കാരണം ജനങ്ങളെ മുന്നേ നിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകും.